സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാണെല്ല പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 34 സങ്കീർത്തനം 22 വാക്യം. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. തന്നിൽ ആശ്രയിക്കുന്നവരുടെ വീണ്ടെടുപ്പുകാരനും സംരക്ഷകനും എന്ന നിലയിൽ ദൈവത്തിൻ്റെ പങ്കിനെ ഈ വാക്യം എടുത്തു കാണിക്കുന്നു. ദൈവത്തെ വീണ്ടെടുപ്പുകാരനായിട്ടാണ് ദാവീദ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബൈബിളിലുടനീളം കാണുന്ന വീണ്ടെടുപ്പിൻ്റെ ആശയത്തെ ഇത് പ്രതിധ്വനിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാസന്മാരായി വിശ്വാസികളെക്കുറിച്ചുള്ള പുതിയ നിയമധാരണയായി അവന് സമർപ്പിച്ചിരിക്കുന്നവരെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൽ അഭയം തേടുക എന്നത് സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചുള്ള ഒരു വിഷയമാണ്. വിശ്വാസം, ആശ്രയം, സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ഈ പ്രതിച്ഛായ ഒരു കൊടുങ്കാറ്റിൽ അഭയം തേടുന്നത് പോലെയാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുകയും അവനിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നതിന് ഈ വാക്യം ഉറപ്പ് നൽകുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയും തന്നിൽ ആശ്രയിക്കുന്നവരെ വീണ്ടെടുക്കുന്നവനും സംരക്ഷകനുമാണെന്നുള്ള സന്നദ്ധത ഇവിടെ ഊന്നിപ്പറയുന്നു. ഈ ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ ഈ നാളുകളിൽ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ പൂർണ്ണമായി ശരണപ്പെടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.